+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുക്കുന്നു. മലപ്പുറം DDE ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ഓഫീസിന് പുറത്ത് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വിവരങ്ങളുമായി ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ഷഹദ്, ഈ DDE ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു, ഉന്തുന്തള്ളുമുണ്ടാകുന്നു, പോലീസ് പ്രവർത്തകരെ തടയുന്നു. ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്റ്റീന, അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ മലപ്പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ രാവിലെ MSF ആയിരുന്നു ആദ്യം ഈ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് KSU പ്രവർത്തകർ DDE ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ DDE പൂട്ടിയിടാനുള്ള ശ്രമം നടത്തി. ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിന്റെ മുൻവശത്ത് ആദ്യമേ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഈ DDE ഓഫീസിന് അകത്ത് കയറുകയായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അങ്ങനെ ഏറെ നേരത്തെ ബലപ്രയോഗത്തിന് ശേഷം ഈ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതിനു മുൻപ് അതായത് MSF പ്രവർത്തകരായിരുന്നു കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന RDD ഈ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ അതായത് ഓഫീസിന്റെ പ്രവർത്തന സമയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഓഫീസ് ഇവർ പൂട്ടിയിടുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പിന്നീട് സമാനമായ രീതിയിൽ തന്നെ ബലപ്രയോഗത്തിലൂടെ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ പിന്നീടാണ് വീണ്ടും കുറച്ച് പ്രവർത്തകർ കൂടി ഇത്തരത്തിൽ DDE കാണുകയും നേരിട്ട് സംസാരിക്കണമെന്ന്, അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് ഇവരെ അകത്തേക്ക് കയറ്റിവിടാൻ തയ്യാറായില്ല. എന്നാൽ ഏറെ നേരം ഇവരുമായിട്ട് സംസാരിച്ചു. ഒരാൾക്ക് മാത്രം ഇതിനകത്ത് പ്രവേശിക്കാം എന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പറ്റില്ല, അതായത് ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ കുറച്ചു പേർക്ക് ഇതിനകത്ത് കയറാൻ അനുവദിക്കണം എന്ന ആവശ്യം ഇവർ ഉന്നയിച്ചു. എന്നാൽ പോലീസ് പറ്റില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ആ പശ്ചാത്തലത്തിൽ ഇവർ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധവുമായി ഇതിനു മുന്നിൽ നിലയുറപ്പിച്ചു. ഏറ്റവും ഒടുവിലാണ് പിന്നീട് ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച പോലീസുമായി ബലപ്രയോഗം, അല്ലെങ്കിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മലപ്പുറത്ത് DDE ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പോലീസ് കാവലുണ്ട്. കാരണം ഇവിടെയുള്ള ജീവനക്കാരെ പോലും ഇത്തരത്തിൽ ID കാർഡും അതുപോലെ തന്നെ അവരുടെ രേഖകളും ഒക്കെ കാണിച്ചാണ് അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ കണ്ണ് വെട്ടിച്ചാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർ ആദ്യമേ തന്നെ ഈ ഓഫീസിനകത്ത് എത്തുകയും പിന്നീട് നിലയുറപ്പിക്കുകയും പിന്നീട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ രാവിലെ 9:30ക്കാണ് MSFന്റെ നേതൃത്വത്തിൽ RDD ഓഫീസിൽ പ്രതിഷേധം ആരംഭിച്ചത്. അതിങ്ങോട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. KSU പ്രവർത്തകർ പിന്നീട് 2 തവണ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. MSF പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇനി വരും ദിവസങ്ങളിൽ, അതായത് ഇതൊന്നും പ്രഖ്യാപിത സമരങ്ങളല്ല, പെട്ടെന്ന് ഉണ്ടായ സമരങ്ങളാണ്. അല്ലെങ്കിൽ ഈ 3ാം ഘട്ട അലോട്ട്മെന്റ് പുറത്ത് വന്ന് വലിയ രീതിയിൽ ഏകദേശം 30,000-ത്തിലധികം വിദ്യാർത്ഥികൾ പുറത്താകുന്ന ഒരു സാഹചര്യം വന്ന പശ്ചാത്തലത്തിലാണ് മുൻകൂട്ടി തീരുമാനിക്കാതെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ കടന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് കൂടുതൽ സീറ്റ് അനുവദിക്കുക എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ നിൽക്കുന്ന അതേ നിലപാടിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ KSUവിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന്.